ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിനെ ഒഴിവാക്കിയത് രോഹിത് ശർമ്മയായിരുന്നു. വിക്കറ്റ് കീപ്പറിന് വേണ്ടി വലിയ ഭാഗതർക്കങ്ങൾ മീറ്റിംഗിൽ നടന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രോഹിത് ശർമ്മ ഋഷഭ് പന്തിനെ ആവശ്യപ്പെട്ടു, എന്നാൽ ഗംഭീർ സപ്പോർട്ടാക്കിയത് സഞ്ജുവിനെയാണ്. ലാസ്റ്റ് ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഋഷഭ് പന്ത് ആകട്ടെ ആകെ കൂടി 4 റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു വർഷമായിട്ട് ഋഷഭ് പന്ത് ഏകദിനം പോലും കളിച്ചിട്ടില്ല. എന്നിട്ടും എന്തിനാണ് ഋഷഭ് പന്തിനെ ടീമിൽ എടുക്കുന്നതെന്നാണ് ഗംഭീർ ചോദിച്ചത്. പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് താല്പര്യം ഋഷഭ് പന്തിനെയാണ്. സഞ്ജുവിനെ രോഹിത്തിന് താല്പര്യമില്ല. ഫോമിലുള്ള സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ ഗംഭീർ ദേഷ്യപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രോഹിത് ശർമ്മ കാരണമാണ് സഞ്ജു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇല്ലാതെ പോയത്. വീണ്ടും നോർത്ത് ഇന്ത്യൻ ലോബി ക്രിക്കറ്റിൽ വന്നിരിക്കുകയാണ്. ടീമിൽ എടുക്കേണ്ടത് ഫോം നോക്കിയാണ്, അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങളല്ല എടുക്കേണ്ടത്. രോഹിത് ചതിയനാണെന്നാണ് ആരാധകർ പറയുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിന് ഇപ്പോൾ വലിയ ഓഫറാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട് ക്രിക്കറ്റിൽ നിന്നാണ് സഞ്ജുവിന് ഓഫർ എത്തിയിരിക്കുന്നത്. തമിഴ്നാട് മാത്രമല്ല രാജസ്ഥാനും. ഈ രണ്ട് ക്രിക്കറ്റ് അസോസിയേഷനാണ് സഞ്ജുവിന് കളിക്കാൻ ഓഫർ നൽകിയിരിക്കുന്നത്. KCയുമായിട്ട് സഞ്ജു തർക്കത്തിലാണ്. ആഭ്യന്തര മത്സരം കളിക്കാനുള്ള ടീമിൽ സഞ്ജുവിനെ എടുത്തിട്ടില്ല. സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കി. BCCI ഇതിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ഒഴിവാക്കിയതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇനി ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാതെ IPL കളിക്കാൻ സാധിക്കില്ല. IPL ഇന്ന് ബാനാണ്. ഇതാണ് BCCIയുടെ പുതിയ റൂള്. KCA ഇനി ഒരിക്കലും സഞ്ജുവിനെ ആഭ്യന്തര മത്സരങ്ങളിൽ കേരളത്തിന് വേണ്ടി ഇറക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ സമയത്താണ് ഇപ്പോൾ തമിഴ്നാട്, രാജസ്ഥാൻ ഈ രണ്ട് ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജുവിനെ ഓഫർ നൽകിയിരിക്കുന്നത്. സഞ്ജു എന്ത് തീരുമാനിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. കേരള ടീമിൽ ഇടമടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് സഞ്ജു തമിഴ്നാട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ സഞ്ജുവിന്റെ സ്വന്തം ടീമായ രാജസ്ഥാനിലേക്ക് സഞ്ജു പോകും. എന്തായാലും സഞ്ജു കേരളം വിടുകയാണെന്നത് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.